ഹലോ യൂട്യൂബ്, റൈഡേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോക്ക്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ കാർ എങ്ങനെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം എൻ്റെ പല ഫ്രണ്ട്സും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യായിരുന്നു. നമ്മുടെ ബൈക്കിൻ്റെ മെയിൻ്റെനൻസും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു എപ്പിസോഡ് ബൈക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയാണെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തുടർന്നും എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അധികം വെച്ച് താമസിക്കണം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ടിപ്പ് തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് മിനിറ്റത്തേക്ക് വണ്ടി ഒന്ന് ഐഡിയൽ സ്പീഡിൽ ഓണാക്കി ഇടുക. അതുപോലെ തന്നെ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ആക്സിലറേഷൻ ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ഓഫാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻജിൻ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഓയിലിൻ്റെ സർക്കുലേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ഫസ്റ്റ് ടിപ്പ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം. ബൈക്ക് നമ്മൾ ഷെയ്ഡ് ഉള്ളിടത്ത് വെക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ബൈക്കിൻ്റെ പെയിൻറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാർട്സിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഷെയ്ഡിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ചൂടുള്ളത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി മങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൈക്കിലുള്ള പെട്രോൾ ഇവാപ്പറേറ്റ് ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഷെയ്ഡുള്ളിടത്ത് വെക്കുകയാണെങ്കിൽ ചൂടുള്ളിടത്ത് വെക്കുമ്പം ഈ വണ്ടിയിലെ പെട്രോൾ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആവുന്നതാണ്. അതാണ് വണ്ടി ഷെയ്ഡിൽ വെച്ചുള്ള 2 ഗുണങ്ങൾ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. ഒരു സ്ഥലത്ത് തന്നെ വണ്ടി 3-4 ദിവസത്തിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടിയുടെ വെയിറ്റ് മുഴുവൻ ടയറിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ടയറിൻ്റെ ആ ഒരു ലൈഫ് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ആ ഒരു സൈഡിൽ തന്നെ ഇരുന്നിരുന്ന് ഒരു ഫ്ലാറ്റ് സ്പോട്ട് വരുന്നതായിരിക്കും. അത് ടയറിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് 3 ദിവസമെങ്കിലും കൂടുമ്പോൾ വണ്ടിയുടെ പൊസിഷൻ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അതാണ് മൂന്നാമത്തെ ടിപ്പ് വരുന്നത്. പിന്നീട് നാലാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ആ ചെയിനിൻ്റെ ആ ഒരു കണ്ടീഷൻ. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും വരുന്നത് ഓപ്പൺ ചെയിനാണ് വരുന്നത്. അത് കൂടുതൽ നാളിങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സമയത്ത് ചെയിൻ ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ ചെയിനിൻ്റെ ആ ഒരു കണ്ണികളും ബാക്കിയെല്ലാം തുരുമ്പിക്കാനുള്ള ചാൻസ് ഏറെയാണ്. അത് ചെയിനിൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം ചെയിനിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ലൂബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അഞ്ചാമത്തെ ഒരു ടിപ്പ് നോക്കുകയാണെങ്കിൽ ബൈക്ക് കൂടുതൽ നാളിങ്ങനെ സ്റ്റഡി ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർക്ക് ഓയിൽ അതും കട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടൊരു ഫ്രീക്വൻ്റായിട്ട് ഒരു 3-4 ദിവസം വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മോഷൻ ഫ്രണ്ടിലത്തെ ഈ ഒരു ലിവർ നമ്മളൊന്ന് ലോക്കാക്കിയിട്ട് നേരെ വെച്ച് ഒന്ന് താഴോട്ട് പമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഫോർക്കിനകത്തുള്ളൊരു ഓയിലിൻ്റെ മോഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഓയിൽ കട്ട് ചെയ്യാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതാണ് അഞ്ചാമത്തെ ആ ഒരു ടിപ്പ് വരുന്നത്. ഇനി ആറാമതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ വണ്ടി ഒന്ന് ക്ലീനാക്കി സൂക്ഷിക്കുക, ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം കുഴപ്പമില്ലാതെ നമുക്ക് ഈ ഒരു ബൈക്ക് നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് സൂക്ഷിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നതാണ്. ആദ്യത്തെ ടിപ്പ് നമ്മൾ വണ്ടി സ്റ്റാർട്ടായെങ്കിലുടൻ നമ്മുടെ എഞ്ചിനും ബാറ്ററിയും ഒരേപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെയിൻറ്റും പെട്രോളും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മൂന്നാമതായിട്ട് ടയറിൻ്റെ ആ ഒരു പൊസിഷൻ മാറ്റി കൊടുക്കുന്നതിലൂടെ നമുക്ക് ടയറിൻ്റെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. നാലാമതായിട്ട് ഒരു ചെയിൻ്റെ സ്പോക്കറ്റ് നമ്മൾ റെഗുലറായിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്ത് ആവശ്യമാണെങ്കിൽ ലൂബ് ചെയ്യുന്നതുകൊണ്ട് ചെയിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ഫോർക്കിൻ്റെ കാര്യം വരുവാണെങ്കിൽ കുറച്ച് 3 ദിവസം 4 ദിവസം ഇടവിട്ട് നമുക്കൊന്ന് പമ്പ് ചെയ്ത് കൊടുക്കുമ്പം അതിനകത്തുള്ള ഫോർക്ക് ഓയിൽ നമുക്ക് കട്ട് ചെയ്യാതെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് ആറാമതായിട്ട് വണ്ടി വാഷ് ചെയ്യുന്നതിലൂടെ
നമുക്ക് എപ്പോഴും വണ്ടി ക്ലീനായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത്രയുമാണ് മെയിനായിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ബൈക്കിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെറിയ ചെറിയ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ.